Good morning, students. Again, continuation of KCS Act rules and sections and rules. Continuation of KCS Act. KCS Act എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിയമസംഹിതയാണ്. ആ നിയമസംഹിതയിൽ എങ്ങനെയായിരിക്കണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കേണ്ടത്, അതിലെത്രമാത്രം സെക്ഷൻസ് ഉണ്ട്, എത്രമാത്രം റൂൾസ് ഉണ്ട്. നമുക്കറിയാം 110 സെക്ഷൻസും 201 റൂളുകളോടും കൂടിയുള്ള ഒരു നിയമസംഹിതയാണ് ഈ KCS Act എന്ന് പറയുന്നത്. അപ്പോൾ ഈ KCS ആക്റ്റിലെ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ KCS ആക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സെക്ഷൻസിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് അല്ലെങ്കിൽ സെക്ഷൻ 2 ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ തൊട്ട് പ്രീവിയസ് ക്ലാസ്സുകളിൽ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് റൂൾസ് ഓഫ് KCS ആക്ട്, KCS ആക്റ്റിലെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട റൂൾസ് ഉള്ളത് എന്നൊക്കെ വിശദമായിട്ട് പഠിച്ചിരുന്നു. Again the continuation of different sections നമ്മൾ ഡിഫറെൻറ്റ് സെക്ഷൻസിൽ തന്നെ ഈ ഇതിൽ പറയുന്ന KCS ആക്റ്റിലെ ഡിഫറെൻറ്റ് സെക്ഷൻസിനെ കുറിച്ച് വിശദമായിട്ട് പറയുകയാണ്. ആ വിശദമായിട്ട് പറയുന്നതിൽ സെക്ഷൻ 3 പറഞ്ഞു, സെക്ഷൻ 3 ആൻഡ് സെക്ഷൻ 4 ആൻഡ് സെക്ഷൻ 5. സെക്ഷൻ 3ൽ സെക്ഷൻ 3ൽ നമ്മൾ പറഞ്ഞു ഹൂ ഈസ് എ രജിസ്ട്രാർ എന്ന് പറയുന്നതാണ്. ഈ രജിസ്ട്രാർ എന്ന് പറയുന്നത് ദ രജിസ്ട്രാർ മേ ബി ദ ഹെഡ് ഓഫ് ദി ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സച്ച് ആസ് ഡയറി ഡിപ്പാർട്ട്മെൻറ്റ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു. അതായത് ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ആസ് എ രജിസ്ട്രാർ, ആരെയാണോ ഈ സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് പേഴ്സൺ ഈസ് ഓൾസോ കോൾഡ് ആസ് രജിസ്ട്രാർ. അല്ലെങ്കിൽ ആ അധികാരം ആരിലാണോ നിക്ഷിപ്തമായിരിക്കുന്നത് അയാളെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുക, രജിസ്ട്രാർ എന്നുള്ള പേരിൽ അറിയപ്പെടുക. അദ്ദേഹമായിരിക്കും അതിൻ്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് സെക്ഷൻ 3ൽ ഹൂ ഈസ് എ രജിസ്ട്രാർ, ആർക്കാണ് ഇതിന് അധികാരമുള്ളത്, ആരാണ് ഈ സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന വ്യക്തി, അതിനെക്കുറിച്ചിട്ടുള്ള പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ് സെക്ഷൻ 3ൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ് സെക്ഷൻ 4. ചില സൊസൈറ്റീസ് നമുക്ക് രജിസ്ട്രാർക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കാം എന്ന് പറയുന്ന വിച്ച് മേ ബി രജിസ്റ്റേർഡ് ഓർ നോട്ട് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മേ ബി ദ ഒബ്ജക്റ്റ് ഓഫ് promotion of the cooperative societies with the object of the promotion of the economic interest of its members. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ തീർച്ചയായും രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് കഴിയുന്ന രീതിയിലായിരിക്കണം. എ സൊസൈറ്റി വിച്ച് ഈസ് ലൈക്ലി ടു ബി എക്കണോമിക്കലി അൺസൗണ്ട് or will adversely affect the development of cooperative movement shall not be registered. അല്ലാത്ത പക്ഷം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമുക്ക് രജിസ്റ്റർ ചെയ്യാതിരിക്കുക, രജിസ്ട്രാർക്ക് രജിസ്റ്റർ. അപ്പോൾ സെക്ഷൻ 3 പറഞ്ഞു, സെക്ഷൻ 4 പറഞ്ഞു. ലാസ്റ്റ് ക്ലാസ്സിലെ രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി സെക്ഷൻ 5, അതായത് ലിമിറ്റഡ് ലയബിലിറ്റിയോടുകൂടി നമുക്ക് സൊസൈറ്റീസിനെ രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഫോം എങ്ങനെയായിരിക്കും ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ അപ്ലിക്കേഷൻ ഫോമിങ് ആൻഡ് അപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്താണ് എന്ന് മനസ്സിലായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം. 4 സ്റ്റെപ്സ് ഉണ്ട് കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, റേസിംഗ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഇത് 1956 ആക്ട് പ്രകാരം, റിവൈസ്ഡ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു കമ്പനി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് കമ്പനി, അതായത് ബിസിനസ് റെഗുലേഷൻസിലോ കമ്പനി ലോയിലൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുന്നതാണ്. കമ്പനീസ് ആക്ടിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് 3rd സെമസ്റ്ററിൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു സ്ഥാപനം വെറുതെ നിലവിൽ വരില്ല, അതിന് പിറകിൽ തന്നെ ഒരുപാട് പ്രോസസ്സുകളുണ്ട്, അപ്ലിക്കേഷൻ പ്രോസസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങളവിടെ പ്രൊമോട്ടർ, ഹൂ ഈസ് എ പ്രൊമോട്ടർ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പിലെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ എന്നതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. 3rd സ്റ്റേജിൽ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ, എങ്ങനെ അതിനാവശ്യമായിട്ടുള്ള മൂലധന സമാഹരണം. ലാസ്റ്റ് വൺ ഈസ് ദ കമൻസ്മെൻറ്റ് ഓഫ് എ ബിസിനസ്, എങ്ങനെ ഒരു ബിസിനസ് ആരംഭിക്കാം, അതിൻ്റെ ഇൻട്രൊഡക്ടറി സ്റ്റേജിനെ കുറിച്ചും വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്പനീസ് ആക്ടിൽ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തിരിക്കണേ അതുപോലെ തന്നെ ചില
നടപടിക്രമങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലും പറയുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ളൊരു അപ്ലിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ ഇവിടെ ഫസ്റ്റ് വൺ ഈസ് പ്രൊമോട്ടർ who wish to start a business. That person is also called as promoter, who take the risk for developing an organization. That person is also called as promoter. ആരാണോ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ റിസ്കുകളും ഏറ്റെടുക്കുന്നത്, ഹു ഈസ് എ ഇനീഷ്യേഷൻ ബിഹൈൻഡ് ദ സ്റ്റാർട്ടപ്പ് ഓഫ് എ ബിസിനസ്, ദാറ്റ് പേഴ്സൺ ഈസ് ഓൾസോ കോൾഡ് ആസ് പ്രൊമോട്ടർ. ആ വ്യക്തിയായിരിക്കും നമ്മൾ എന്തെന്ന് പറയുക, പ്രൊമോട്ടർ എന്ന് പറയുക. ആരാണോ അതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്ന അയാളെയാണ് പ്രൊമോട്ടർ എന്ന് പറയുക. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സിൽ ദെൻ അവിടെ പ്രൊമോട്ടർ ഹു വിഷ് ടു ഓർഗനൈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ഇലക്ട് എ ചീഫ് പ്രൊമോട്ടർ. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആരംഭിക്കണമെങ്കിൽ മിനിമം 25 വ്യക്തികളെങ്കിലും, ഇറ്റ് മേ ബി ഡിഫറെൻറ്റ് ഫാമിലീസ്, അതായത് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ള ഒരു 25 പേരെങ്കിലും കൂടി ചേർന്നുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആരംഭിക്കാനായിട്ട് പാടുള്ളൂ. ആ 25 പേരിൻ്റെയും സമ്മതത്തോടു കൂടി ദെൻ ഷാൾ ഇലക്ട് ചീഫ് പ്രൊമോട്ടർ. ഇതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരെയാണോ നമ്മൾ ഇലക്ട് ചെയ്യപ്പെടുന്നത് ആ വ്യക്തിയാണ് ഇവിടെ എന്ത് പറയുന്നത്, പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലെ promoters who wish to organize a cooperative society shall elect chief promoter and a promoting committee from among themselves to get a society registered and to administer the society for a period of 3 months after registration. മാത്രമല്ല രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം 3 മാസ കാലയളവിലേക്കെങ്കിലും ദെൻ ആ പ്രൊമോട്ടർ ആ കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സുകളെല്ലാം നോക്കിയിരിക്കണം. അപ്പോൾ ദെൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സ്റ്റെപ്പിലെ അപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഷാൾ ബി മെയ്ഡ് ഇൻ ദ ഫോം നമ്പർ 1. Then where all the applicants are individuals, application shall be signed by not be less than 25 persons who belong to different family. In case the government or any society or other body of persons is an applicant, then authorized person shall sign the application. അതിൽ ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് വെച്ചിരിക്കണം. ഈ അപ്ലിക്കേഷൻസ് എല്ലാം തന്നെ സൈൻ ചെയ്തിരിക്കണം. അതിൽ നമ്മൾ ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ചീഫ് പ്രൊമോട്ടർ ആരാണോ ആ ചീഫ് പ്രൊമോട്ടർ അപ്ലിക്കേഷൻ ഫോം നമ്പർ 1 പ്രകാരം അതിൽ ഡ്യൂലി സൈൻ ചെയ്തിരിക്കണം. അവിടെ പറയുന്ന അപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രാർ ഷാൾ ബി മെയ്ഡ് ഇൻ ദ ഫോം നമ്പർ 1. ഫോം നമ്പർ 1 സൈൻ ചെയ്തുകൊണ്ട് ഈ അപ്ലിക്കേഷൻ പ്രോസസ്സ് ആരിലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കണം, രജിസ്ട്രാറിലേക്ക് ഫോർവേഡ് ചെയ്തിരിക്കണം. അപ്ലിക്കേഷൻ ഷാൾ ബി അക്കമ്പനീഡ് ബൈ 3 കോപ്പീസ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് ബൈലോസ് ഓഫ് ദ സൊസൈറ്റി. ചീഫ് പ്രൊമോട്ടറാണ് എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്, ബൈലോ എന്ന് പറഞ്ഞാൽ എന്താ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് എങ്ങനെയാണ് ഒരു സൊസൈറ്റി കൊണ്ട് നടക്കേണ്ടത് എന്ന് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഈ ബൈലോയിൽ പറയുന്നത്. അപ്പോൾ ഈ ബൈലോയിൽ പറയുന്ന ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെയൊക്കെ ഈ ബൈലോയുടെ 3 കോപ്പി ഉണ്ടായിരിക്കണം. സർട്ടിഫിക്കറ്റ് ഫ്രം ദ ബാങ്ക് ഇൻ വിച്ച് ദ ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റൽ വാസ് ഇൻവെസ്റ്റഡ്. Then list of persons who have contributed share capital in duplicate. Scheme showing soundness of the proposed business of the സൊസൈറ്റി. അതായത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ചോദിക്കുമ്പോൾ ഒരു ബൈലോൻ്റെ അവർ തയ്യാറാക്കിയിരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയുടെ 3 കോപ്പി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇനീഷ്യൽ ക്യാപിറ്റൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ബാങ്കിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ സൊസൈറ്റി നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള മൂലധന സമാഹരണത്തിൻ്റെ 3 കോപ്പീസ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ആരൊക്കെയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. സെയിം ടൈം സ്കീം ഷോയിങ് സൗണ്ട്നെസ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് ബിസിനസ് ഇൻ എ സൊസൈറ്റി. അതായത് നമ്മൾ പറയില്ലേ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ പ്രപ്പോസ്ഡ് സൗണ്ട്നെസ് നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട്നെസ് ഓഫ് ദ പ്രപ്പോസൽ ബിസിനസ് ഓഫ് ദ സൊസൈറ്റീസ് അതുകൂടെ തയ്യാറാക്കിക്കൊണ്ട് ഇതിൻ്റെ എല്ലാം 3 കോപ്പീസ് അപ്ലിക്കേഷൻ ഷാൾ ബി അക്കമ്പനീഡ്. ഫോം നമ്പർ 1 കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ സാധാരണ ഫോം നമ്പർ 1 ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അത് ചോദിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് പറയുന്നതിൽ നെയിം ഓഫ് ദ സൊസൈറ്റി, ദെൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ, പിന്നെ അതുപോലെ തന്നെ അവരുടെ നേച്ചർ ഓഫ് ദ ബിസിനസ്, അത്തരം കാര്യങ്ങളൊക്കെ ഫോം നമ്പർ 1 അപ്ലിക്കേഷനിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അതിനെ തുടർന്ന് അപ്ലിക്കേഷൻ ഫോം മാത്രം പോരാ, പിന്നെ ഇതുകൂടി ഉണ്ടായിരിക്കണം. ദെൻ ബൈലോ, അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ബൈലോയുടെ 3 കോപ്പി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇനീഷ്യൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ടു ദ ബാങ്ക്,
അതിന് ആവശ്യമായിട്ടുള്ള മൂലധനം ഏത് ബാങ്കിലാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 3 കോപ്പീസും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ബൈലോയുടെ 3 കോപ്പി ഉണ്ടായിരിക്കണം, ബാങ്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 3 കോപ്പീസ് ഉണ്ടായിരിക്കണം, പിന്നെ നേച്ചർ ഓഫ് ബിസിനസ്, ഈ ബിസിനസ്സിനെ കാണിക്കുന്ന അതിൻ്റെ സൗണ്ട്നെസ്സിനെ കുറിച്ച് കാണിക്കുന്ന, അതായത് അതിൻ്റെ പ്രോസ്പെക്റ്റീവ്, അതിൻ്റെ സൗണ്ട്നെസ് അതിനെ കാണിക്കുന്ന 3 കോപ്പീസും കൂടെ കമ്പനി അറ്റാച്ച് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളെവിടേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം, പിന്നെ പറയുന്നത് എന്താ, ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരുന്നു, ആപ്ലിക്കേഷൻ ഡ്യൂലി സൈൻഡ് ബൈ ദ ചീഫ് പ്രൊമോട്ടർ. പിന്നെ ഇൻഡിവിജ്വലി 25 പേരുടെയും സിഗ്നേച്ചറോടുകൂടി അവർക്ക് അതിനുള്ള ഒരു പെർമിഷൻ ഉണ്ട്. പിന്നെ അതുകൂടെ ബൈലോ പ്രിപ്പയർ ചെയ്തതിൻ്റെ 3 കോപ്പി ബൈലോസ് ഉണ്ടായിരിക്കണം. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബാങ്ക് റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സൗണ്ട്നെസ് കാണിക്കുന്ന പ്രോസ്പെക്റ്റീവ്, അതായത് പ്രപ്പോസ്ഡ്, അവിടെ ഉദ്ദേശിക്കുന്നത് പ്രപ്പോസ്ഡ് ബിസിനസ്സിൻ്റെ സൗണ്ട്നെസ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടെ, ദെൻ അതിൻ്റെ പ്രപ്പോസ്ഡ് ബിസിനസ് ഓഫ് ദ സൊസൈറ്റി, ഷോയിങ് സൗണ്ട്നെസ് ഓഫ് ദ പ്രപ്പോസ്ഡ് ബിസിനസ് ഓഫ് ദ സൊസൈറ്റി. ഇതെല്ലാം കൂടെ അക്കമ്പനി ചെയ്തുകൊണ്ടുള്ള ഒരു അപ്ലിക്കേഷൻ ഫോമാണ്, ഒരു അപ്ലിക്കേഷനാണ് ആർക്ക് ഫോർവേഡ് ചെയ്യേണ്ടത്, രജിസ്ട്രാർക്ക് ഫോർവേഡ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ്, അപ്ലിക്കേഷൻ ടുഗദർ വിത്ത് എൻക്ലോഷർ ദ ചലാൻ received as specified below shall be submitted to the registrar by registered post or handed over in a person. Application together with enclosures, അതായത് അപ്ലിക്കേഷൻ ടുഗദർ വിത്ത് എൻക്ലോഷേഴ്സ് ആൻഡ് ചലാൻ റിസീപ്റ്റ്, പിന്നെ അതിൻ്റെ കൂടെ ഇത് രജിസ്റ്റർ ചെയ്ത് തരാനുള്ള ചലാൻ റിസീപ്റ്റ് കൂടെ വെച്ചിരിക്കണം, പൈസ അടച്ചിരിക്കണം എന്ന് പറയാം. അപ്പോൾ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ജുറിഡിക്ഷൻ ഓഫ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി, ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ വിത്തിൻ എ താലൂക്ക്. അപ്പോൾ 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒരു താലൂക്ക് മാത്രമാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താലൂക്കിൽ കൂടുതലായിട്ടുള്ള ഏരിയ ഓഫ് ഓപ്പറേഷൻ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജില്ല മുഴുവനായിട്ട് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ജില്ല, ഒരു ഡിസ്ട്രിക്ട് മുഴുവനാണെങ്കിൽ, മോർ ദാൻ 1 ഡിസ്ട്രിക്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനൊരു ചലാൻ അടച്ചിരിക്കണം. അതായത് രജിസ്ട്രാറിൻ്റെ മുന്നിൽ നമ്മൾ ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള എൻക്ലോഷേഴ്സ് കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ആൻഡ് ഓൾസോ അറ്റാച്ച് ദ ചലാൻ റിസീപ്റ്റ്. ആ ചലാൻ റിസീപ്റ്റ് എന്ന് പറയുന്നത്, ചലാൻ റിസീപ്റ്റ് കൊടുക്കുമ്പോൾ എത്ര രൂപയുടെ ചലാൻ റിസീപ്റ്റാണ് കൊടുത്തിരിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു കണക്ക് കൂടെ ഉണ്ടായിരിക്കണം. Then first one is, if the area of operation of a society within a taluk, then it may be paid up, the amount is rupees 1000. അതായത് അതിൻ്റെ ആ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു താലൂക്ക് മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1000 രൂപയുടെ ചലാൻ അടച്ചിട്ടുള്ള റിസീപ്റ്റ് കൂടെ വെച്ചിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബിയോണ്ട് ദ താലൂക്ക്, ബിയോണ്ട് താലൂക്ക് ആൻഡ് എബൌട്ട് ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്ട്. പക്ഷേ ഒരു താലൂക്കിന് മുകളിലാണ്, പക്ഷേ ഒരു ഡിസ്ട്രിക്ട് മുഴുവനായിട്ട് കവർ ചെയ്യുന്നില്ല എങ്കിൽ 2000 റുപ്പീസ്. തേർഡ് പ്രോസസ്സിൽ ഫുൾ എ ഡിസ്ട്രിക്ട്, ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ല മുഴുവനാണെങ്കിൽ ആ ജില്ലയിൽ മുഴുവൻ ചെയ്യുകയാണെങ്കിൽ 4000. നെക്സ്റ്റ് പറയുന്നത് മോർ ദാൻ 1 ഡിസ്ട്രിക്ട്, ഒരു ഡിസ്ട്രിക്റ്റിന് മുകളിലേക്കാണെങ്കിൽ അവിടെ പറയുന്നത്, ഒരു ഡിസ്ട്രിക്റ്റിന് മുകളിലേക്കാണെങ്കിൽ നമ്മളോട് പറയുന്നത് 5000 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു അപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ വെക്കേണ്ടത്? അപ്പോൾ ഈ ഫസ്റ്റ് പ്രോസസ്സിൽ ഫീസ് ഓർ സ്കൂൾസ് കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 100 റുപ്പീസ്. ഇൻ കേസ് ഓഫ് വുമൺസ് ഓർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് സെക്ഷൻ സൊസൈറ്റീസ് ഇറ്റ് ഈസ് 500 റുപ്പീസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഏരിയ ഓഫ് ഓപ്പറേഷൻ. അതായത് ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫീസ് ഓർ സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 100 റുപ്പീസ്. ഇൻ ദ കേസ് ഓഫ് വുമൺ ഓർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഒക്കെ ആണെങ്കിൽ 500 രൂപയുടെ ചലാൻ അടച്ചിരിക്കണം എന്നുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് പോയിൻ്റ്, അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എങ്ങനെയായിരിക്കും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ പ്രോസസ്സ് ഫോർവേഡ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മളൊരു ഇതുപോലെ ആലോചിക്കുക, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിക്കാനായിട്ട് മിനിമം 25 മെമ്പേഴ്സെങ്കിലും ഉണ്ടായിരിക്കണം, വിത്ത് ഡിഫറെൻറ്റ് ഫാമിലീസ്, വേറെ വേറെ വീടുകളിൽ നിന്നുള്ള വേറെ വേറെ ആളുകളെ കൂടിച്ചേർന്നുകൊണ്ടുള്ള മിനിമം ഒരു 25 പേരെങ്കിലും കൂടിച്ചേർന്നുകൊണ്ടാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത്. ഈ 25 മെമ്പേഴ്സിൽ നിന്നും ദെൻ അവർ തന്നെ സ്വയം ഇഷ്ടപ്രകാരം അതിൽ നിന്ന് അവർ തന്നെ ഇലക്ട് ചെയ്യപ്പെടുന്ന ഒരു ചീഫ് പ്രൊമോട്ടർ ഉണ്ടായിരിക്കും. ആ ചീഫ് പ്രൊമോട്ടർക്കായിരിക്കും അപ്ലിക്കേഷൻ സൈൻ ചെയ്യാനുള്ള റൈറ്റ് കൊടുത്തിരിക്കുന്നത് ചീഫ് പ്രൊമോട്ടർക്കായിരിക്കും. ദെൻ ആ ഫോം എങ്ങനെ കൊടുക്കേണ്ടത്? അപ്ലിക്കേഷൻ ഫോം കൊടുക്കേണ്ടത് രജിസ്ട്രാർക്ക് അപ്ലിക്കേഷൻ ഫോം പ്രൊവൈഡ് ചെയ്യുന്നത് ഫോം നമ്പർ 1 നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം നമ്പർ 1. ഈ ഫോം നമ്പർ 1 അപ്ലിക്കേഷൻ കൊടുക്കുന്നതോടുകൂടെ തന്നെ ആ ആപ്ലിക്കേഷനിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തിരിക്കണം. നെയിം ഓഫ് സൊസൈറ്റി, പിന്നെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, അതുപോലെ തന്നെ നേച്ചർ ഓഫ് ദ ബിസിനസ്,
മെമ്പേഴ്സ് ലിസ്റ്റ്, ദെൻ അവരുടെ അഡ്രസ്സ്, ഇതൊക്കെ അടങ്ങുന്നതായിരിക്കും. അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൽ അതിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിരിക്കണം. ദെൻ സെയിം ടൈം അക്കമ്പനീഡ് ദ എൻക്ലോഷേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഓരോന്നിൻ്റെയും 3 കോപ്പീസ് കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. ഏതൊക്കെ 3 കോപ്പീസ് എന്ന് പറയുന്നത്? ദെൻ ഫസ്റ്റ് വൺ ഈസ് 3 കോപ്പീസ് ഓഫ് ബൈലോ, 3 കോപ്പീസ് ഓഫ് ബാങ്ക് ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 3 കോപ്പീസ് എന്ന് പറയുന്നത്, അതായത് ഇനീഷ്യൽ ഷെയർ ക്യാപിറ്റലിൻ്റെ കോപ്പീസ് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഇത് രണ്ടും, അത് കൂടാതെ തന്നെ ഇനീഷ്യൽ ക്യാപിറ്റൽ അത്രമാത്രമാണ് എന്ന് കാണിക്കുന്നത്. പിന്നെ സൗണ്ട്നെസ് ഓഫ് ദ പ്രപ്പോസ്ഡ് സൊസൈറ്റി, ഈ പ്രപ്പോസ്ഡ് സൊസൈറ്റിയുടെ സൗണ്ട്നെസ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടെ ഈ 3 കോപ്പീസ് കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. ഫോം നമ്പർ 1 ആപ്ലിക്കേഷൻ, ബൈലോയുടെ 3 കോപ്പി, പിന്നെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ ക്യാപിറ്റലിൻ്റെ 3 കോപ്പീസ് ഉണ്ടായിരിക്കണം. ദെൻ അതുകൂടാതെ തന്നെ ഈ സൊസൈറ്റീസിൻ്റെ സൗണ്ട്നെസ് കാണിക്കുന്ന 3 കോപ്പീസ് കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആൻഡ് ഓൾസോ ചലാൻ റെസിപ്റ്റ് കൂടെ അതിൻ്റെ കൂടെ എൻക്ലോസ് ചെയ്തിരിക്കണം. ചലാൻ റെസിപ്റ്റ് എന്ന് പറയുന്നത് എൻക്ലോഷർ എന്നല്ല പറയുക, അതുകൂടെ സബ്മിറ്റ് ചെയ്തിരിക്കണം. ചലാൻ റെസിപ്റ്റ് കൂടെ. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ചലാൻ അടയ്ക്കേണ്ടത്? അപ്പോൾ ഈ ചലാൻ റെസിപ്റ്റിൽ അതിൽ ഉൾപ്പെടുത്തേണ്ടത്, ചലാൻ റെസിപ്റ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ വെച്ചിട്ടാണ് നമ്മൾ ചലാൻ അടയ്ക്കേണ്ടത് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ? അതിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ദ പേയ്മെൻറ്റ് ഓഫ് ചലാൻ അടയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര രൂപ അടച്ചിരിക്കണം എന്നുള്ളതാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ടു എ താലൂക്ക്. ഒരു താലൂക്ക് മാത്രമാണ് അത്തരം സൊസൈറ്റികളുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നതെങ്കിൽ 1000 രൂപയും. ഒരു താലൂക്കിന് പുറമേക്കാണ് അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു താലൂക്കിന് പുറത്തേക്കാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ, അതായത് ബിയോണ്ട് എ താലൂക്ക് ആൻഡ് ലെസ് ദാൻ ദ ഡിസ്ട്രിക്ട്, ഒരു ഡിസ്ട്രിക്റ്റിന് താഴെയും ഇതിന് മുകളിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2000 ആണ് ഫോർവേഡ് ചെയ്യേണ്ടത്. 2500 റുപ്പീസ് കൊടുത്തിരിക്കണം. ദെൻ ഡിസ്ട്രിക്ട് വൈസ് ആണെങ്കിൽ 4000, ആൻഡ് ഓൾസോ മോർ ദാൻ 1 ഡിസ്ട്രിക്ട് ആണെങ്കിൽ ദെൻ 5000. ഇത് കൂടാതെ ചെറിയ രീതിയിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസൊക്കെ സ്കൂളിൻ്റെ കീഴിലൊക്കെ സ്കൂളിലെ ചില ബുക്സോ സാധനങ്ങളൊക്കെ കൊടുക്കാനുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസൊക്കെ ആണെങ്കിൽ ദെൻ അവിടെ ഫീസ് ഓർ സ്കൂൾ കോളേജസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ അത് ആരംഭിക്കാനായിട്ട് 100 രൂപയോ, ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റീസൊക്കെ ആണെങ്കിൽ മിനിമം 500 റുപ്പീസെങ്കിലും ചലാൻ അടച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമാണ് കൊടുത്തിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സെക്ഷൻ 6 റൂൾ 3 പ്രകാരമാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ സെക്ഷൻ 6 കഴിഞ്ഞു. സെക്ഷൻ 6 കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 7 രജിസ്ട്രേഷൻ പ്രോസസ്സ്. അപ്പോൾ ആദ്യം പറഞ്ഞത് അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് സെക്ഷൻ 6 ഡിഫൈൻ ചെയ്തു. ദെൻ നെക്സ്റ്റ് സെക്ഷൻ 7 രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. അവിടെ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ പറയുന്നുണ്ട്, ഒരു സെക്ഷൻ 7 റൂൾ 4 പ്രകാരം എങ്ങനെയായിരിക്കും അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്നാണ്. On receipt of an application for the registration of a cooperative society, the registrar shall enter the details of application in a register maintained in form number 2. അപ്ലിക്കേഷൻസ് എല്ലാം ഫോം നമ്പർ 1-ലും ദെൻ ഓൺ റിസിപ്റ്റ് ഓഫ് ആൻ അപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള അപ്ലിക്കേഷൻ ഫോം കിട്ടിയതിന് ശേഷം തന്നെ രജിസ്ട്രാർ ഷാൾ enter the details of application in the registrar maintained in the form number 2. ഫോം നമ്പർ 2-ലെ രജിസ്ട്രാർ ഇതെല്ലാം തന്നെ എൻ്റർ ചെയ്തിരിക്കണം. ഫോം നമ്പർ 2-ൽ ഇന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഫോമിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും രജിസ്ട്രാർ ഫോം നമ്പർ 2-ൽ എൻ്റർ ചെയ്തിരിക്കണം. അതാണ് രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. If the registrar is satisfied that the application complies with the provisions of this act and rules, that the object of the proposed society are in accordance with the section 4, that the area of operation of the proposed society and other society of similar type do not overlap. ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. Then first condition, if the registrar is satisfied the application complies with the provisions of this act. ഈ അപ്ലിക്കേഷൻ തന്നിരിക്കുന്നത് അപ്ലിക്കേഷൻ പ്രോസസ്സ് ഫോം നമ്പർ 1-ലായിരിക്കുകയും അതുപോലെ തന്നെ
ബൈലോസിൻ്റെ കോപ്പി ഉണ്ടായിരിക്കണം, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം, ഷെയർ ക്യാപിറ്റൽ അതുപോലെ തന്നെ മിനിമം 25 മെമ്പേഴ്സെങ്കിലും ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്ന എല്ലാ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് അതാണ് അപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം തന്നെ ശരിയായിട്ടുള്ള രീതിയിലാണ് ഫുൾഫിൽ ചെയ്തിരിക്കുന്നതെങ്കിലും, ദെൻ ദ ഒബ്ജക്റ്റ് ഓഫ് പ്രൊപ്പോസ്ഡ് സൊസൈറ്റി ആർ ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 4. സെക്ഷൻ 4 നമ്മൾ പറയുന്നുണ്ട് സെക്ഷൻ 4 ദാറ്റ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ, സെക്ഷൻ 4 പറയുന്നുണ്ട്. സെക്ഷൻ 4 നമ്മളോട് പറയുന്നത് ദെൻ ഇവിടെ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി എന്ന് പറയുന്നത് ഇറ്റ് മേ ബി രജിസ്റ്റേർഡ് ഓർ നോട്ട് എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ, അതായത് രജിസ്ട്രാർക്ക് രജിസ്റ്റർ ചെയ്യാം. അതായത് അവിടെ പറയുന്നത് ഒബ്ജക്റ്റ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി എക്കണോമിക് വെൽഫെയർ ആവാം, ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക് ആവാം. ഈ പറയുന്നതെല്ലാം തന്നെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതാണ് അവിടെ മീനിങ്, ഈ പറയുന്നതെല്ലാം തന്നെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ രജിസ്ട്രാർ ആദ്യം ആപ്ലിക്കേഷൻ ഫോം നോക്കി, പിന്നെ സെക്ഷൻ 4 പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കി, അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, സൗണ്ട്നെസ്, ഒബ്ജക്റ്റ് ഇതെല്ലാം വെരിഫൈ ചെയ്തു. സിമിലർ ടൈപ്പ് ഡു നോട്ട് ഓവർലാപ്പ്, ഡു നോട്ട് ഓവർലാപ്പ്, ഒരിക്കലും മറ്റൊരു ഇതുമായിട്ട് നമുക്ക് ഒരു കാരണവശാലും ഓവർലാപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഡു നോട്ട് ഓവർലാപ്പ്, ദാറ്റ് ദ പ്രൊപ്പോസ്ഡ് ബൈലോസ് ആർ നോട്ട് കോൺട്രറി ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ആൻഡ് റൂൾസ് ആൻഡ് ദാറ്റ് ദ പ്രൊപ്പോസ്ഡ് സൊസൈറ്റി കംപ്ലൈസ് വിത്ത് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ സൗണ്ട് ബിസിനസ്, then he may register the society and its bylaw within a period of 90. ഇതെല്ലാം ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, he may register the society and its bylaw. ഇത് വേണമെങ്കിൽ രജിസ്ട്രാർ ഇതെല്ലാം ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. വിത്തിൻ 90 days, 90 ദിവസത്തിനുള്ളിൽ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിത്തിൻ എ പീരീഡ് ഓഫ് 90 days ഓഫ് റിസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ ആൻഡ് ഇഷ്യൂ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ഫോം നമ്പർ 3 along with a certified copy of registered bylaws of the society. അപ്പോൾ സെക്കൻഡ് പ്രോസസ്സിൽ നമ്മൾ പറയുന്നുണ്ട് രജിസ്ട്രേഷൻ പ്രോസസ് സെക്ഷൻ 7. രജിസ്ട്രാർ ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫോം നമ്പർ 2 എൻ്റർ ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്ന പ്രോസസ്സ് എന്താ, ദെൻ ഈ പറയുന്ന എല്ലാം ഏരിയ ഓഫ് ഓപ്പറേഷൻ, ദെൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, സൗണ്ട്നെസ്, ബൈലോ, then there is no overlapping of cooperative societies. ഇതെല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സൊസൈറ്റീസ് അല്ലെങ്കിൽ അത്തരം സൊസൈറ്റീസ് രജിസ്ട്രാറിനെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ രജിസ്ട്രാർക്ക് അത് എന്ത് ചെയ്യാവുന്നതാണ്, രജിസ്റ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. രജിസ്റ്റർ ചെയ്ത് കൊടുക്കും വിത്തിൻ 90 days എന്ന് പറയുന്നുണ്ട്. 90 ദിവസത്തിനുള്ളിൽ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്തിരിക്കണം. ദെൻ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് ഫോം നമ്പർ 3 along with a certified copy of bylaw, along with a certified copy of registered bylaw of a society. സൊസൈറ്റിയുടെ ബൈലോസിൽ പറഞ്ഞിരിക്കുന്ന ആ ബൈലോസും കൂടെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കണമെന്ന് നോക്കാം. രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, അപ്പോൾ ഫോം നമ്പർ 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫോം നമ്പർ 1 ആപ്ലിക്കേഷൻ ഫോം. ഫോം നമ്പർ 2 എന്തായിരിക്കും, രജിസ്റ്റർ എൻ്റർ ദ ഡീറ്റെയിൽസ് ഇൻ ദ ഫോം നമ്പർ 2. ദെൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ടു ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഫോം നമ്പർ 3. ദെൻ അലോങ് വിത്ത് ദ ബൈലോസ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതും കൂടെ ആയിരിക്കണം രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. Then if the registrar is satisfied that the proposed society will not fulfill the economic interest of the public in accordance with the cooperative principles, or the registration of the society will make an adverse effect on the development of the cooperative movement, or he is satisfied the object of the proposed society is against the preamble of the act, the registrar shall pass an order of refusal together with the reasons thereof and communicate it by the registered post or speed post or courier services approved by the High Court of Kerala, Government of Kerala, to the chief promoter within 15 days of such order. അതായത് രജിസ്ട്രാർ ഈ പറയുന്ന അപ്ലിക്കേഷൻസിലോ ഏരിയ ഓഫ് ഓപ്പറേഷൻസിലോ സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ രജിസ്ട്രാർ സാറ്റിസ്ഫൈ ചെയ്യാത്ത പക്ഷം കോർട്ടിൽ നിന്ന് ഹൈക്കോർട്ടിൽ നിന്ന് അതിൻ്റെ എന്താ പറയുക അപ്രൂവൽ വാങ്ങിയതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ തന്നെ ആരെ ഇൻഫോം ചെയ്തിരിക്കണം,
പ്രൊമോട്ടറെ ഇൻഫോം ചെയ്തിരിക്കണം. അവിടെ പറയുന്നത് ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ പ്രൊപ്പോസ് സൊസൈറ്റി വിൽ നോട്ട് ഫുൾഫിൽ ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക്. ഒരിക്കലും ഈ സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ഫുൾഫിൽ ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാത്ത പക്ഷം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പ്രകാരം ഇത് ആക്ട് ചെയ്യാത്ത പക്ഷം, അതും അല്ലെങ്കിൽ രജിസ്റ്റർ ഷാൾ ദെൻ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ സെക്ഷൻ 4 പ്രകാരം ഒക്കെ ഫുൾഫിൽ ചെയ്യാത്ത പക്ഷം രജിസ്ട്രാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, ഇത് റിഫ്യൂസ് ചെയ്യാവുന്നതാണ്. അഗെയിൻസ്റ്റ് ദ പ്രിയാമ്പിൾ ഓഫ് ദ ആക്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്ട് പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്നതിന് അഗെയിൻസ്റ്റ് ആണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ബൈ ദ രജിസ്ട്രേഡ് പോസ്റ്റ് ഓർ സ്പീഡ്, ഇത് എങ്ങനെയാണെങ്കിൽ രജിസ്ട്രാർ ക്യാൻ റിഫ്യൂസ്, രജിസ്ട്രാർക്ക് വേണമെങ്കിൽ ഇത് റിഫ്യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് അപ്രൂവ്ഡ് ബൈ ദ ഹൈക്കോർട്ട് ഓഫ് കേരള, ഗവൺമെൻറ് ഓഫ് കേരള ടു ചീഫ് പ്രൊമോട്ടർ വിത്തിൻ 15 days ഓഫ് സച്ച് ഓർഡർ. അതായത് ഇവിടെ പറയുന്നുണ്ട് അപ്രൂവ്ഡ് ബൈ ഹൈക്കോർട്ട് ഓഫ് കേരള. ഇത് ലീഗലി നമുക്കത് അപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതുമല്ലെങ്കിൽ മതിയായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതിരിക്കുക, പ്രൊമോട്ടേഴ്സ് ചീഫ് പ്രൊമോട്ടർ അല്ലാതിരിക്കുക, ഇത്തരം സിറ്റുവേഷൻസൊക്കെ വരുന്ന പക്ഷം അവിടെ എന്ത് ചെയ്യാവുന്നതാണ്, ഹൈക്കോർട്ടിൽ നിന്ന് കിട്ടുന്ന ഒഫീഷ്യൽസ് പ്രകാരം ഹൈക്കോർട്ടിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഓർഡറിനനുസരിച്ച് ആ ഓർഡർ 15 ദിവസത്തിനുള്ളിൽ തന്നെ ആരെ ഇൻഫോം ചെയ്തിരിക്കണം, 15 ദിവസത്തിനുള്ളിൽ തന്നെ പ്രൊമോട്ടറെ ലീഗലി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് സെൻഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പ്രോസസ്സിൽ an application for registration of society shall be disposed by the registrar within 90 days from the date of receipt of the application. If an application is disposed by the within time, the applicant may make a mutual person or whom the powers of registrar is conferred or before the government, if the application was made before the registrar. The registrar or the government, as the case may be, shall within 60 days from the date of receipt of representation issue directions to the concerned authority to take appropriate decision to the application for registration or authority concerned shall comply with the such direction. അതായത് 3 കേസുകളാണ് പറയുന്നത് രജിസ്ട്രേഷൻ പ്രോസസ്സ്. ഫോം നമ്പർ 1 അപ്ലിക്കേഷൻ, ഫോം നമ്പർ 2 ദ രജിസ്ട്രാർ എൻ്റർ ദ ഫുൾ ഡീറ്റെയിൽസ് റിലേറ്റഡ് ടു ദ അപ്ലിക്കേഷൻ പ്രോസസ് ടു ദ ഫോം നമ്പർ 2 ആൻഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ടു ദ പ്രൊമോട്ടർ ഇൻ ദ ഫോം ഓഫ് ഫോം നമ്പർ 3. ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ പറയാനുള്ളത്. അതിനുശേഷം an application of the registered society shall be disposed by the registered. തീർച്ചയായിട്ടും 90 ദിവസമാണ് അതിനൊരു കാലാവധി അനുവദിച്ചിരിക്കുന്നത്. ഇഫ് ആൻ അപ്ലിക്കേഷൻ ഈസ് നോട്ട് ഡിസ്പോസ്ഡ് വിത്തിൻ ദ ടൈം, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ 90 ദിവസത്തിനുള്ളിൽ തന്നെ ഡീറ്റെയിൽസ് ഒന്നും കൈമാറാത്ത പക്ഷം, then if an application is within the time, the applicant may make representation before the registrar. വീണ്ടും രജിസ്ട്രാർ എടുത്ത് അതിനാവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് പ്രൊമോട്ടർക്ക് എത്താം. if the application for registration was made to a person or whom the powers of the registrar is conferred or before the government. If the application was made before the registrar or the government, as the case may be, shall within 60 days of registrar or the government, as the case may be, from the date of receipt of such a representation. Then ആ റെപ്രസെൻറ്റേഷന് ശേഷം മിനിമം 60 ദിവസത്തിനുള്ളിലെങ്കിലും ഡീറ്റെയിൽസ് അറിയിച്ചിരിക്കണം. ഇഷ്യൂ ഡയറക്ഷൻ ടു ദ കൺസേൺഡ് അതോറിറ്റി ടു ടേക്ക് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ, ശരിയായിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടതാണ്. ദെൻ ദ അതോറിറ്റി കൺസേൺ ഷാൽ കംപ്ലൈ വിത്ത് സച്ച് ഡയറക്ഷൻസ്, അതായത് ഗവൺമെൻറ്റോ രജിസ്ട്രാറോ അതിൻ്റെ അപ്പുറത്തോ പറയുന്ന കാര്യങ്ങളനുസരിച്ച് ഒരു 25 ദിവസത്തിനുള്ളിലെങ്കിലും ഈ പറയുന്ന 60 ദിവസത്തിനുള്ളിലെങ്കിലും ഈ ഒരു ഡിസിഷൻസ് ആരെ അറിയിച്ചിരിക്കണം. ദെൻ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഏതൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്? സെക്ഷൻ 1 നമുക്കറിയാം, സെക്ഷൻ 2 അറിയാം, സെക്ഷൻ 3 ഹൂ ഈസ് എ രജിസ്ട്രാർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സെക്ഷൻ 4 നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? സെക്ഷൻ 4 ഈ സെക്ഷൻ 4 എന്ന് പറയുന്നത് സെക്ഷൻ 4 നമുക്ക് വേണമെങ്കിൽ ദെൻ ഈ സൊസൈറ്റി വേണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. മേ ബി രജിസ്റ്റേർഡ് ഓർ മേ നോട്ട് ബി രജിസ്റ്റേർഡ്, വേണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കാം. രജിസ്റ്റർ ചെയ്യാതിരിക്കണമെങ്കിൽ ദെൻ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ പറയുന്നതിനനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കണം. മേ ബി രജിസ്റ്റേർഡ് ഓർ മേ നോട്ട് ബി രജിസ്റ്റേർഡ്. ദെൻ സെക്ഷൻ 5 ദ സൊസൈറ്റീസ് മേ ബി രജിസ്റ്റേർഡ് ഓൺ ദി ബേസിസ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി.
ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കുന്ന ആ ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള ഇതൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് രജിസ്ട്രേഷൻ. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനാണ്. അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനിലെ അപ്ലിക്കേഷൻ പ്രോസസ്സുകളെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്ലിക്കേഷൻ പ്രോസസ്സിലെ ഫോം നമ്പർ 1 എന്ന് പറയുന്നുണ്ട്. അപ്ലിക്കേഷനിൽ നിങ്ങളതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ദെൻ സെക്ഷൻ 6 പ്രകാരമാണ് അവിടെ അപ്ലിക്കേഷൻ പ്രോസസ്സുകൾ ഫുൾഫിൽ ചെയ്യേണ്ടത്. ഈ അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഒരു അപ്ലിക്കേഷൻ ഫോം പ്രൊവൈഡ് ചെയ്യാം. ദെൻ അപ്ലിക്കേഷൻ ഫോം നമ്പർ 1 പ്രകാരമാണ് നമ്മൾ അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആ അപ്ലിക്കേഷനിൽ ഫോം നമ്പർ 1 അപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. ചീഫ് പ്രൊമോട്ടറാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ചീഫ് പ്രൊമോട്ടർ അപ്ലിക്കേഷൻസ് കൊടുത്തിരിക്കണം. ദെൻ അതിൻ്റെ കൂടെ എൻക്ലോസ് ചെയ്യുന്ന ചില അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം. ആ അറ്റാച്ച്മെൻറ്റിൽ നമ്മൾ പറയുന്ന അറ്റാച്ച്മെൻറ്റ് ഏതൊക്കെയാണ് അതിൽ പറയുന്ന അറ്റാച്ച്മെൻറ്റിൽ? ദെൻ ബൈലോസിൻ്റെ 3 കോപ്പീസ് ഉണ്ടായിരിക്കണം. ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസിപ്റ്റ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എൻക്ലോസ് ചെയ്തുകൊണ്ട് പ്രൊമോട്ടർക്ക് എന്ത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിന് റിസിപ്റ്റ് ഓഫ് ചലാൻ അടച്ചിരിക്കുന്ന റിസിപ്റ്റും കൂടെ എൻക്ലോസ് ചെയ്തുകൊണ്ട് അപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. സെക്ഷൻ 6 അപ്ലിക്കേഷൻ പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ. സെക്ഷൻ 7 രജിസ്ട്രേഷൻ പ്രോസസ്സ്. സെക്ഷൻ 7 രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ഇത് എൻ്റർ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ഫോം നമ്പർ 2 ഇത് എൻ്റർ ചെയ്യേണ്ടത്. ഫോം നമ്പർ 2 ഇത് എൻ്റർ ചെയ്തെടുക്കണം. ഈ ഫോം നമ്പർ 2 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഫോം നമ്പർ 2 രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫോം നമ്പർ 2 എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് വിത്തിൻ 90 ഡേയ്സിൽ തന്നെ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 3. അവിടെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് അപ്ലിക്കേഷൻ ഫോം നമ്പർ 1 entering the details by the registrar in form number 2 and registration certificate issued to the cooperative society along with the bylaw that provided to form number 3. ഈ 3 കാര്യങ്ങളാണ് അതിൽ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. ദെൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സെക്ഷൻ 8 പ്രകാരം എങ്ങനെയായിരിക്കും ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലെ വെൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് രജിസ്റ്റേർഡ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദ രജിസ്ട്രാർ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ സൈൻഡ് ആൻഡ് സീൽഡ് ബൈ ഹിം. രജിസ്ട്രാർ തന്നെ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്യുകയും സീൽ ചെയ്യുകയും ചെയ്തിരിക്കണം. വിച്ച് ഷാൾ ബി കൺക്ലൂസീവ് എവിഡൻസ് ദാറ്റ് സൊസൈറ്റി വിൽ ഡൂലി രജിസ്റ്റേർഡ്. അവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട് ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. രജിസ്ട്രാർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡ്യൂലി രജിസ്റ്റേർഡ് ആൻഡ് ഡ്യൂലി സൈൻഡ് ആൻഡ് സീൽഡ് ബൈ ദ രജിസ്ട്രാർ അലോങ് വിത്ത് ബൈലോ അത് ചെയ്തിരിക്കണം. ഇഫ് ദ ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സൊസൈറ്റീസ് ഇർറിക്കവറബിളി ലോസ്റ്റ് ആഫ്റ്റർ, അപ്പോൾ അവിടെ ആ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഫോം നമ്പർ 3 പ്രകാരമാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതർവൈസ് ഇറ്റ് ഈസ് ലോസ്റ്റ് ബൈ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഏതെങ്കിലും കാരണവശാലേ ആ ഒരു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോം നമ്പർ 3A പറഞ്ഞിരിക്കുന്ന പ്രകാരം ഒരു പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആർക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്? രജിസ്ട്രാർക്ക് പ്രൊവൈഡ് ചെയ്യാണ്. അങ്ങനെ ഇഫ് ദ ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് സൊസൈറ്റീസ് ഇർറിക്കവറബിളി ലോസ്റ്റ് ആഫ്റ്റർ രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുന്ന പക്ഷം ദ രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഇൻ ഫോം നമ്പർ 3A stating the registration number and date of registration of a cooperative society on the basis of details available in the audit certificate and the records available with the registrar. then അതിലെ നമ്പർ, അതായത് the registration number, date of registration of a cooperative society on the basis of details available in the audit certificate and the records available with the registrar. അപ്പോൾ ഇത്രത്തോടുകൂടി ഫോം നമ്പർ 3A എന്തുകൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം? പുതിയൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അതായത് തീർച്ചയായിട്ടും ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3A എന്ന് പറയുന്ന ഫോമിലായിരിക്കും, 3 നമ്മൾ ആ ഫോം നമ്പർ 3 അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം നമ്മൾ ചെയ്യുമ്പോൾ അത് 3A അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആയിട്ടായിരിക്കും നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ 3 സ്റ്റെപ്സുകളാണ് നമ്മൾ പഠിച്ചത്. അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ സെക്കൻഡ് വൺ നമ്മൾ പറയുന്നത് അപ്ലിക്കേഷൻ പ്രോസസ്സുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു.
ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വൺ പറയുന്നത് രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. അതായത് രജിസ്ട്രാർ അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സുകളെ കുറിച്ച് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലെ സെക്ഷൻ 8 എങ്ങനെയായിരിക്കും അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നു. ദെൻ അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി സെക്ഷൻ 8A. അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. ഒരു അപ്പെക്സ് സൊസൈറ്റിയിൽ അതിൻ്റെ അഫിലിയേഷൻ എങ്ങനെയായിരിക്കും? 8A പ്രകാരം അഫിലിയേഷൻ ഇവിടെ എ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി may apply for affiliation to the concerned apex society or central society and such application should be disposed of within 60 days. അതായത് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയോ അതുമല്ലെങ്കിൽ a primary cooperative society or a central cooperative society may apply for affiliation to the concerned apex society. നമ്മൾ ഒരുപാട് അപ്പെക്സ് സൊസൈറ്റിയുടെ ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അഫിലിയേഷൻ കിട്ടേണ്ടതുണ്ടെങ്കിൽ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്ന് അഫിലിയേഷൻ ലഭിക്കേണ്ടതുണ്ടെങ്കിൽ അതൊരു 60 ദിവസത്തിനെങ്കിലും അതിൻ്റെ അപ്ലിക്കേഷൻ കൺസേൺ അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി ആൻഡ് സച്ച് അപ്ലിക്കേഷൻ ഷുഡ് ബി ഡിസ്പോസ്ഡ് വിത്തിൻ 60 days. 60 ദിവസത്തിനുള്ളിലെങ്കിലും അത് ഡിസ്പോസ് ചെയ്തിരിക്കണം. ഇഫ് ദ application for affiliation is rejected, the aggrieved society may file an appeal before the registrar within 30 days from the date of receipt of the order of rejection and the registrar shall dispose of the appeal within 60 days. അതായത് ഏതെങ്കിലും രീതിയിൽ അഫിലിയേഷൻ അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്ന് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനോ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനോ അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്ന് രജിസ്ട്രേഷൻ അഫിലിയേഷൻ കിട്ടണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 60 ദിവസത്തിനുള്ളിലെങ്കിലും അത് എന്താ പറയുക റിസൾട്ട് അല്ലെങ്കിൽ മറുപടി ഉണ്ടാകണം. ഇഫ് ദ അപ്ലിക്കേഷൻ ഓർ അഫിലിയേഷൻ ഈസ് റിജക്റ്റഡ് ബൈ ദ സൊസൈറ്റി. പലപ്പോഴും ഇത്തരം പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒക്കെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന പക്ഷം അത് തീർച്ചയായിട്ടും അത് ആരിലേക്ക് പോകണം? റിജക്റ്റ് ചെയ്യുന്ന പക്ഷം മേ ബി ഫയൽ ആൻ അപ്പീൽ ബിഫോർ ദ രജിസ്ട്രാർ വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീവ്ഡ് ഓർ ദ ഓർഡർ ഓഫ് റിജക്ഷൻ ആൻഡ് ദ രജിസ്ട്രാർ ഷാൽ ഡിസ്പോസ് ഓഫ് ദ അപ്പീൽ വിത്തിൻ 60 days. ഇത്രയാണ് അതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അപ്പോൾ ഇവിടെ പറഞ്ഞത് അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. അപ്പെക്സ് സൊസൈറ്റിക്ക് 60 ദിവസത്തിനുള്ളിലെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരുന്നു? കൺസേൺ സൊസൈറ്റീസ് ആൻഡ് സച്ച് അപ്ലിക്കേഷൻ ഷുഡ് ബി ഡിസ്പോസ്ഡ് വിത്തിൻ 60 days. ദെൻ നെക്സ്റ്റ് വൺ ഈസ് cooperative societies to be bodies corporate. Section 9. A registered cooperative society shall have legal status of an artificial person and therefore is a body corporate by the name under which it is registered, having perpetual succession and a common seal and with power to hold a property, enter into a contract, institute and defend suits and other legal proceedings as an individual or a person does. The next one is section 9. Cooperative societies to be body corporate. അതായത് ഏതൊരു സ്ഥാപനവും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ദെൻ ഇറ്റ് മേ ബി ആക്ടിങ് ആസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇറ്റ് മേ ബി ഒരു സൊസൈറ്റിക്കോ ഒരു കമ്പനിക്കോ ആ കമ്പനിയുടേതായിട്ടുള്ള പേരിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പ്രൈമറി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ അനുവദിച്ച് കിട്ടിയിരിക്കുന്ന പേര് ഒരു പെർപെക്ച്വൽ സക്സഷൻ ഉണ്ട്, ഒരു സ്ഥായി ആയിട്ടുള്ള നിലനിൽപ്പുണ്ട്, ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്, ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ട് നമുക്ക് അംഗീകരിക്കാം. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സീലോ ഡെസിഗ്നേഷനോ അതിനുവേണ്ടി ഉപയോഗിക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ പിറകിൽ പറയുന്ന അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അഫിലിയേഷൻ ടു ഇവിടെ പറയുന്നത് കോർപ്പറേറ്റ് സൊസൈറ്റീസ് ടു ബി ബോഡി കോർപ്പറേറ്റ്, ഒരു ബോഡി കോർപ്പറേറ്റായിട്ട് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ സെക്ഷൻ 9 പ്രകാരം നമുക്കതിനെ പറയാം. എ രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ഹാവ് ലീഗൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താ? നിയമപരമായിട്ടുള്ള ലീഗലായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് അവിടെ അവൈലബിൾ ആണ്. സ്റ്റാറ്റസ് ഓഫ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആൻഡ് സെയിം ടൈം ദെർഫോർ ഈസ് എ ബോഡി കോർപ്പറേറ്റ് ബൈ ദ നെയിം അണ്ടർ വിച്ച് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ഹാവിങ് പെർപെക്ച്വൽ സക്സഷൻ, സ്ഥായി ആയിട്ടൊരു നിലനിൽപ്പുണ്ട്. ആൻഡ് എ കോമൺ സീൽ and within power to hold a property
ഒരു പ്രോപ്പർട്ടി കൈവശം വയ്ക്കാനുള്ള അധികാരമുണ്ട്. എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെതിരെ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഡിഫെൻഡ് സ്യൂട്ട്സ് ആൻഡ് അതർ ലീഗൽ പ്രൊസീഡിങ്സ് ആസ് എൻ ഇൻഡിവിജ്വൽ ഓർ പേഴ്സൺ ഡസ്. Then cooperative societies to be body corporate. അപ്പോൾ സെക്ഷൻ 9 പ്രകാരം it is a perpetual existence. Then society may be acting as an artificial person. നിയമപരമായിട്ട് കേസുകൾ ഫയൽ ചെയ്യാനോ നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം കോപ്പറേറ്റീവ് ആ ഒരു സൊസൈറ്റിക്ക് അവൈലബിൾ ആണ്. അതാണ് സെക്ഷൻ 9 പറയുന്നത്. ഇനി നമുക്കതിൽ പറയാനുള്ളത് പബ്ലിക്കേഷൻ ഓഫ് നെയിം ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. പബ്ലിക്കേഷൻ ഓഫ് നെയിം ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ 9A. സെക്ഷൻ 9A എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ പെയിൻറ്റ് ഓർ അഫിക്സ് ഇറ്റ്സ് നെയിം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതിൻ്റെ പേര്, രജിസ്റ്റർ നമ്പർ, അഡ്രസ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജ് ആൻഡ് ഇൻ, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അവരുടെ പേരോ അതുമല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ പെയിൻറ്റ് ഓർ അഫിക്സ് ഇറ്റ്സ് നെയിം, രജിസ്റ്റർ നമ്പർ ആൻഡ് ദ അഡ്രസ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജ്. ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും അതിനൊരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ആ ലീഗൽ എക്സിസ്റ്റൻസ് അനുസരിച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അവർക്ക് നെയിം ബോർഡ് വെക്കാനുള്ള അധികാരമുണ്ട്. അഡ്രസ്സിനെ വെർണാക്കുലർ, അവരുടെ പ്രാദേശികമായിട്ടുള്ള ഭാഷയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലോ അത് വെക്കാനായിട്ടുള്ള അധികാരമുണ്ട്. ഓർ ദി ഔട്ട്സൈഡ് ഓഫ് എവരി ഓഫീസ് or place which business is carried on. Its name shall be engraved in seal with common emblem and shall have its name and address of its registered office mentioned in all its business letters and documents. Okay, clear? Then last one is change of name of a society. ഇനി സെക്ഷൻ 10 പ്രകാരം വേണമെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യുമ്പോൾ എ സൊസൈറ്റി മേ ചേഞ്ച് ഇറ്റ്സ് നെയിം ബൈ ആൻ അമെൻമെൻറ്റ് ഓഫ് ഇറ്റ്സ് ബൈലോ. ആ ബൈലോയിൽ ഒരു അമെൻമെൻറ്റ് വരുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേര് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ദ രജിസ്ട്രാർ ഷാൾ എൻ്റർ ഇൻ ദ ന്യൂ നെയിം ഇൻ ദ രജിസ്റ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഷാൾ അമെൻഡ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അതായത് പുതിയ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന, പുതിയ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന അമെൻഡ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ അക്കോർഡിംഗ്ലി അതുകൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെക്ഷൻ 10 നമുക്ക് ഏകദേശം ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന ഡിഫറെൻറ്റ് സെക്ഷൻസിനെ കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്താം. ആ സെക്ഷനിൽ ഇന്ന് ഏതൊക്കെ സെക്ഷൻസാണ് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 3 ഹൂ ഈസ് എ രജിസ്ട്രാർ. സെക്ഷൻ 4 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മേ ബി രജിസ്റ്റേർഡ് ഓർ നോട്ട്. ഒരു രജിസ്ട്രാർക്ക് വേണമെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുകയോ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. സെക്ഷൻ 5 എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 5 നമ്മൾ പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ബി രജിസ്റ്റേർഡ് ഓർ കോപ്പറേറ്റീവ് ഓർ നോട്ട് രജിസ്റ്റേർഡ് എന്ന് പറയുന്നുണ്ട്. ദെൻ സൊസൈറ്റീസ് മേ രജിസ്റ്റേർഡ് അണ്ടർ ദി എൻക്ലോസ് ഓഫ് ദ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ക്ലോസ് കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ തേർഡ് ക്ലോസ് അതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് 5 നമുക്കത് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 6 അപ്ലിക്കേഷൻ ഫോം വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. സെക്ഷൻ 6 അപ്ലിക്കേഷൻ പ്രോസസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എങ്ങനെയാണ് ഒരു അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഹൂ ഈസ് എ പ്രൊമോട്ടർ, ഡ്യൂട്ടീസ് ഓഫ് എ പ്രൊമോട്ടർ എന്നൊക്കെ പറയുന്ന ചില സെക്ഷൻസ് കൂടെ, ചില കാര്യങ്ങൾ കൂടെ ഇവിടെ പഠിക്കാനുണ്ട്. സെക്ഷൻ 6 പഠിക്കാനുണ്ട് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അപ്ലിക്കേഷൻ. ദെൻ സെക്ഷൻ 7 നമ്മൾ പറയുന്നത് രജിസ്ട്രേഷൻ പ്രോസസ്സിനെയാണ്. സെക്ഷൻ 7 രജിസ്ട്രേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സെക്ഷൻ 7 പറയുന്നത്. ആ രജിസ്ട്രേഷൻ 90 ദിവസത്തിനുള്ളിലെങ്കിലും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം. 90 ദിവസത്തിനുള്ളിലെങ്കിലും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം, രജിസ്ട്രാറെ അറിയിച്ചിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് സെക്ഷൻ 7. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെക്ഷൻ 8. സെക്ഷൻ 8 ഇഷ്യൂ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെക്ഷൻ 8A അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനോ അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്നുള്ള ഒരു അഫിലിയേഷൻ അവൈലബിൾ ആവണമെങ്കിൽ സെക്ഷൻ 8A പ്രകാരം എന്ന് പറയുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി ബോഡി കോർപ്പറേറ്റ് സെക്ഷൻ 9. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പബ്ലിക്കേഷൻ ഓഫ് ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയുന്നതാണ്. സെക്ഷൻ 9 ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. സെക്ഷൻ 9A
പബ്ലിക്കേഷൻ ഓഫ് നെയിം, അവർക്ക് അവരുടെ പേര് എക്സിബിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേര് ചേഞ്ച് ചെയ്യാനായിട്ട് ബൈലോയിൽ അമെൻമെൻറ്റ് വരുത്തിക്കൊണ്ട് ചെയ്യാം. അപ്പോൾ സെക്ഷൻ 10 വരെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ് ടു ദ പേജ് നമ്പർ 111 അതുവരെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നന്നായിട്ട് റെഫർ ചെയ്യുക, തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുക, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.